പാലാ ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലും മെയിൻ വാർഡിലും ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ തുടരുന്നത് രോഗികൾക്കും ബന്ധുക്കൾക്കും ജീവനക്കാർക്കും ആശങ്ക ഉയർത്തുന്നു. വാർഡിനുള്ളിലെ ചില ഭാഗങ്ങളിൽ ടൈലുകൾ പൊട്ടിയതിനാൽ അപകട സാധ്യത ഒഴിവാക്കാൻ താൽക്കാലികമായി കയർമാറ്റി വിരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് സ്ഥിര പരിഹാരമല്ലെന്നും രോഗികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. ഏകദേശം ഒരാഴ്ചയായി ടൈൽ പൊട്ടിയ നില തുടരുകയെന്നാണ് വിവരം. ദിവസേന വലിയ തിരക്കേറിയ അത്യാഹിത വിഭാഗത്തിലും രോഗികൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന മെയിൻ വാർഡിലും ഇത്തരം അവസ്ഥ തുടരുന്നത് ഗുരുതരമായ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന രോഗികൾക്കും കുട്ടികൾക്കും ടൈൽ പൊട്ടിയ ഭാഗങ്ങളിൽ ഇടറി വീഴാനുള്ള സാധ്യതയും ഉയർന്നിരിക്കുകയാണ്. പൊട്ടിയ ടൈലുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആവശ്യമായ സാധനങ്ങൾ എത്തിച്ച ശേഷം പുനർനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് അത്യാഹിത വിഭാഗത്തിന്റെ മുൻവശത്തും സമാനമായി ടൈലുകൾ പൊട്ടിപ്പോയ സംഭവം ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്നും അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിലും സ്ഥിരം പരിഹാരം ലഭിച്ചില്ലെന്ന വിമർശനമാണ് ഉയരുന്നത്. ആശുപത്രി പോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണ്. രോഗികളുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഐഫോറിയ ന്യൂസ്, പാലാ.